ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഓണമൊക്കെ അല്ലേ, നമുക്കൊരു സ്പെഷ്യലായിട്ട് ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കിയാലോ. കുറച്ച് 100 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. 100 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പുളി എന്ന് വെച്ചാൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇട്ടേക്കുവാണ്. കുറച്ച് പുളി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ഇടട്ടെ. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇട്ട് കൊടുക്കണം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ്, നമുക്ക് 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് കായം, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 3/4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് പുളി പിഴിഞ്ഞത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. അരക്കപ്പ് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം. കുറച്ച് തെറിക്കുകയൊക്കെ ചെയ്യും. മുഖത്തോട്ടൊന്നും വീഴാതെ ശ്രദ്ധിച്ചോണം. ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുന്നത്.
കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ കേടാവാതിരിക്കാനാണ്, നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇരിക്കും. നിങ്ങൾ തെറിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് തീ കുറച്ച് വെച്ച് തയ്യാറാക്കണം. നമ്മുടെ ഇത് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. സിമ്പിളായത് തയ്യാറാക്കാൻ, വലിയ പാടൊന്നുമില്ല. ഈന്തപ്പഴമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ അച്ചാറൊക്കെ ഇട്ടൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിൽ വേണം ഇളക്കിയെടുക്കാൻ. എല്ലാവരും ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇങ്ങനെ നല്ല ടേസ്റ്റാണ്, കാണുമ്പോൾ അറിയാം നല്ല ടേസ്റ്റാണെന്ന്. കുറച്ചുകൂടെ ഒന്ന് പറ്റിയാൽ മതി, നമ്മുടെ അച്ചാറൂടെ റെഡിയാവും. തിളക്കുമ്പോൾ തന്നെ കായത്തിൻ്റെ മണവും അതിൻ്റെ മണം, എന്ത് മണം, നല്ല ടേസ്റ്റാണ്. മണം ഭയങ്കര മണമാണ് ഇതിന്, അടിപൊളി ടേസ്റ്റാണിത്. നമ്മുടെ തയ്യാറായി. അപ്പോൾ ഇങ്ങനെ ആയാൽ മതി. നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. തീയൊന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ഈന്തപ്പഴ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കടയിൽ നിന്നൊക്കെ ഈന്തപ്പഴമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ചെയ്യുന്ന നല്ല അടിപൊളി ഒരു അച്ചാറാണ്. ഓണത്തിന് നമുക്ക് സ്പെഷ്യലായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, അടിപൊളി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാത്തവർ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കൂ. നല്ല രുചി, എന്താ പറഞ്ഞറിയാൻ പറ്റാത്ത നല്ല ടേസ്റ്റ് ഉണ്ട്. എരിയായാലും പുളിയായാലും മധുരമായാലും എല്ലാം നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെറൈറ്റി ഒരു അച്ചാറാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് തയ്യാറാക്കി കഴിച്ചവർ കാണും, അവർക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇനി തയ്യാറാക്കാൻ ഇരിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു അച്ചാറാണ്. ഈന്തപ്പഴം കൊണ്ടുള്ള നല്ല വെറൈറ്റി ഒരു അച്ചാറാണ്. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും അതേപോലെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും ഞാൻ തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. Okay, bye.